Dear students, എൻ്റെ പേര് ഡോക്ടർ ജിഷ. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് തന്നെ ഡിറ്റർമൈനിങ് ദ ഏജ് ഓഫ് ഫാം ആനിമൽസ് ആൻഡ് ഫാം റെക്കോർഡ്സ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഈ പല്ലുകളെ കുറിച്ച് നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് പഠിക്കാം. എന്തൊക്കെ തരം പല്ലുകളാണുള്ളത് എന്നുള്ളത് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ മിക്ക ആനിമൽസിലും എല്ലാ സ്പീഷീസിലും 2 സെറ്റ് പല്ലുകളാണ് കാണാറുള്ളത്. അതിൽ ആദ്യത്തെ സെറ്റ് ടെമ്പററി അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നു. പാൽ പല്ലുകൾ അല്ലെങ്കിൽ ടെമ്പററി ടീത്ത് ആണ്. ഇവ ടെമ്പററി ആണ്. ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ അവയെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നതാണ് ഈ ടെമ്പററി ടീത്ത്. പക്ഷെ ആനിമൽ വളരുന്നതിനനുസരിച്ച് ഈ ടെമ്പററി ടീത്ത് പൊഴിഞ്ഞു പോകുന്നു. എന്നിട്ട് രണ്ടാമത് വരുന്നതായിരിക്കും നമ്മളുടെ പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഈ പല്ലുകളെ നമ്മൾ ഡെസിഡ്യൂസ് ടീത്ത് എന്നും പറയുന്നു. ഡെസിഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊഴിഞ്ഞു പോകുന്ന പല്ലുകളെ ആയതുകൊണ്ടാണ് നമ്മൾ ഇവയെ ഡെസിഡ്യൂസ് ഡെന്റേഷൻ എന്ന് പറയുന്നത്. ഇവ എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കാണുന്നത്? ഇവ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ ആനിമൽസിന്. അപ്പൊ യങ് ആയിട്ടുള്ള ആനിമൽസിന് ഒരു ഫങ്ഷണൽ ടീത്ത്, ഒരു ചെറിയ സെറ്റ് ആയിട്ടുള്ള അവരുടെ കുഞ്ഞി ജോസ് ആണുള്ളത്. ചെറിയ ജോസ് ആയതുകൊണ്ട് തന്നെ ആ ടീത്ത് അതിനാണ് സെറ്റ് ആവാൻ വേണ്ടി പാകത്തിനാണ്. ചെറിയ ടീത്ത് ആയിരിക്കും ഈ ടെമ്പററി അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെസിഡ്യൂസ് ടീത്ത് എന്നും ഇതിന് പറയാൻ പറ്റും. അപ്പോൾ സെയിം ഈ ഒരു പിക്ചർ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു, ടെമ്പററി സെറ്റ് ഓഫ് ടീത്തും പെർമനന്റ് സെറ്റ് ഓഫ് ടീത്തും. അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ടെമ്പററി സെറ്റ് ഓഫ് ടീത്ത് വളരെ കുഞ്ഞി ഒതുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. പെർമനന്റ് സെറ്റ് ഓഫ് ടീത്ത് വളരെ വീതി കൂടി ബ്രോഡാണ്, റഫ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവയുടെ വ്യത്യാസം. അപ്പോൾ ടെമ്പററി ടീത്തിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ടെമ്പററി ടീത്ത് ആനിമൽ ജനിച്ച ഉടനെ വായിൽ 2 സെൻട്രൽ ഇൻസൈസേഴ്സ് ആണ് കാണുന്നത്. അത് വളരുന്ന മുറയ്ക്ക് അവയുടെ ടെമ്പററി ടീത്തും വളരും. ഒരു പ്രായമാകുമ്പോഴേക്കും ഈ ടെമ്പററി ടീത്ത് പൊഴിഞ്ഞു പോവുകയും അതിന് പകരമായിട്ടാണ് പെർമനന്റ് ടീത്ത് ഉണ്ടാവുന്നത്. ഈ പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ, വലതുവശത്ത് നമ്മളുടെ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യം കാണുന്ന ചെറിയ ചെറിയ പല്ലുകൾ എന്നുള്ളത് ടെമ്പററി ടീത്ത് ആണ്. പിന്നെ പതുക്കെ ആദ്യത്തെ നടുക്കിലുള്ള സെൻട്രൽ ഇൻസൈസസ് മാറുന്നു, പകരം പുതിയ പെർമനന്റ് ഇൻസൈസസ് വരുന്നു. അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തിരി വീതിയുള്ളതും അതുപോലെ തന്നെ നിറത്തിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയൽ ഇൻസൈസേഴ്സ്, അതും ലാറ്ററൽ ഇൻസൈസേഴ്സും അവസാനമായിട്ട് കോർണർ ഇൻസൈസേഴ്സും, ഈ 4 സെറ്റ് ഇൻസൈസർ ടീത്തും മാറി പുതിയ പെർമനന്റ് ടീത്ത് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഈ പെർമനന്റ് ടീത്താണ് ആനിമലിന്റെ വായിൽ പിന്നെ ബാക്കിയുള്ള ജീവിതത്തിൽ അവരുടെ വായിൽ കാണുന്നത് ഈ പെർമനന്റ് ടീത്ത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പല്ലുകൾ ഉണ്ടാകുന്ന ഈ ടൈം ഡ്യൂറേഷൻ വെച്ചുകൊണ്ട് തന്നെ ആനിമൽസിന്റെ ഏജ് നമ്മൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസൈസേഴ്സിനെ നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആനിമൽ ജനിക്കുന്നത്. അത് പറഞ്ഞാൽ ഒരു കിടാവ് ജനിക്കുമ്പോൾ അതിന്റെ വായിൽ 2 പല്ലുകൾ ഉണ്ടായിരിക്കും. ആദ്യമേ ബേസിക്കലി സെൻട്രൽ ഇൻസൈസസ്, നടുക്ക് കാണുന്ന 2 സെൻട്രൽ ഇൻസൈസസ് അത് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ പതുക്കെ ബാക്കിയുള്ള ഇൻസൈസസ് ഓരോന്നായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അത് വളരുന്നതിനനുസരിച്ച്, ആനിമൽ വളരുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻസൈസസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കിടാവിന്, അത് പറഞ്ഞാൽ കാഫിന് ഏകദേശം 5 to 6 months, 5 മുതൽ 6 മാസം പ്രായമാകുമ്പോഴേക്കും all 8 ടെമ്പററി ഇൻസൈസസ് വന്നിട്ടുണ്ടായിരിക്കും. വായിലുള്ള എല്ലാ 8 ഇൻസൈസർ പല്ലുകൾ, മുന്നിലുള്ള പല്ലുകൾ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കാലക്രമേണ അവ പെർമനന്റ് ടീത്തുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന ചിത്രം ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നടുക്ക് കാണുന്ന സെൻട്രൽ ഇൻസൈസേഴ്സ് ആണ്. പിന്നെ സെൻട്രൽ ഇൻസൈസസ് 2 എണ്ണം കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുന്നതാണ് നമ്മളുടെ മീഡിയൽ ഇൻസൈസസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് താഴത്തെ ചിത്രത്തിലേക്ക് വരുമ്പോഴേക്കും ലാറ്ററൽ ഇൻസൈസസ് കാണാം. ഏറ്റവും അറ്റത്തുള്ള ചിത്രത്തിലാണെങ്കിൽ എല്ലാ ഇൻസൈസേഴ്സും പ്രോപ്പർലി ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പെർമനന്റ് ടീത്ത് എങ്ങനെയായിരിക്കും? പെർമനന്റ് ടീത്ത് നമ്മളെ ടെമ്പററി ടീത്തിനേക്കാളും കാണാൻ ചെറുതായിരിക്കും, സ്മോളർ ആയിരിക്കും, പക്ഷെ വീതി കൂടുതലായിരിക്കും, ബ്രോഡർ ആയിരിക്കും. അതിന് വ്യക്തമായിട്ടുള്ള ഒരു കഴുത്തുണ്ടായിരിക്കും, നെക്ക് ഉണ്ടായിരിക്കും, റൂട്ട് ഉണ്ടായിരിക്കും, പല്ലിന്റെ വേര് റൂട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെക്ക് ഉണ്ടായിരിക്കും. പിന്നെ ക്രൗൺ, ഈ പുറത്ത് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. പിന്നെ ഇത്തിരി കൂടി വളർച്ചയായിരിക്കും, പെയിലർ ആയിരിക്കും. നമ്മളെ പാൽപ്പല്ലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പെയിലായിരിക്കും പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ആനിമൽ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച്, പ്രായം കൂടുന്നതിനനുസരിച്ച് പല്ലുകളിലും ഈ തേയ്മാനം കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും ഇവയുടെ പ്രായം നിശ്ചയിക്കാൻ വേണ്ടി, നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി ഈ തേയ്മാനവും അവിടെ സഹായിക്കുന്നുണ്ട്. ആനിമൽസിന്റെ പല്ലിന്റെ വേർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇവയുടെ ഏജ് എത്രയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം 10 മാസം പ്രായമാകുമ്പോൾ, ഒരു ആനിമലിന് 10 മാസം പ്രായമാകുമ്പോൾ ഇവയുടെ സെൻട്രൽ ടെമ്പററി ഇൻസിസേഴ്സ് ഉണ്ടല്ലോ, ടെമ്പററി ആയിട്ടുള്ള ഇൻസിസേഴ്സിന് തന്നെ തേയ്മാനം സംഭവിച്ചു തുടങ്ങും. ഈ പിക്ചറിൽ കാണുന്നത് ഇവയുടെ സെൻട്രൽ പെർമനന്റ് ഇൻസിസേഴ്സ് ആണ് കാണുന്നത്. ഈ വലതുവശത്ത് കാണുന്ന ഈ ഒരു ചിത്രം എന്നുള്ളത് സെൻട്രൽ പെർമനന്റ് ഇൻസിസേഴ്സ് ആണ്. 10 മാസം പ്രായമാകുന്ന ഒരു കാഫിന് അവയുടെ സെൻട്രൽ ടെമ്പററി ഇൻസിസേഴ്സ്, നമ്മൾ ടെമ്പററി പല്ലുകളായിരിക്കും 10 മാസം പ്രായത്തിൽ ഉണ്ടാവുന്നത്. ആ പല്ലുകൾ നോക്കുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 10 മാസം പ്രായമാകുമ്പോൾ ഒരു കിടാവിന് ആ കാഫിന്റെ വായിലുള്ള സെൻട്രൽ ടെമ്പററി ഇൻസിസേഴ്സിന് തേയ്മാനം വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ആ ആനിമലിന് ഏകദേശം 15 മാസം പ്രായമാകുമ്പോഴേക്കും 2 ലാറ്ററൽ ഇൻസിസേഴ്സ്, സൈഡിലുള്ള ഇൻസിസേഴ്സിന് വീണ്ടും അതിനും തേയ്മാനം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്നു, ആനിമലിന്റെ പല്ല് നോക്കുന്നു, അത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്നിട്ട് അതിലുള്ള തേയ്മാനം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ആനിമലിന്റെ ഏകദേശം പ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വീണ്ടും ഈ ആനിമലിന് ഏകദേശം ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും ഈ പാൽപ്പല്ലുകൾ മുഴുവനായിട്ടും ഫ്ലാറ്റൻഡ് ആയിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് എല്ലാ പാൽപ്പല്ലുകൾക്കും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വീണ്ടും 2 വയസ്സ് പ്രായമാകുന്നു. 2 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഈ സെൻട്രൽ ടെമ്പററി ഇൻസിസേഴ്സ് ഉണ്ടല്ലോ, നടുക്ക് കാണുന്ന 2 സെൻട്രൽ ഇൻസൈസേഴ്സ് ടെമ്പററി ആയിട്ടുള്ളത് മാറിയിട്ട് പൊഴിഞ്ഞു പോയിട്ട് അതിലേക്ക് പെർമനന്റ് ഇൻസൈസേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. ഏകദേശം 2 വയസ്സ് പ്രായമാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. 3 വയസ്സാകുമ്പോഴേക്കും ഈ ആനിമലിന്റെ വായിലുള്ള ഇന്റർമീഡിയറ്റ് ഇൻസിസേഴ്സ്, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഇൻസൈസസിന്റെ അപ്പുറത്തിരിക്കുന്ന ഇൻസൈസേഴ്സ് അല്ലെ, ഫസ്റ്റ് ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്, സെക്കൻഡ് ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഇന്റർമീഡിയറ്റ് ഇൻസൈസേഴ്സ് എന്ത് സംഭവിക്കുന്നു, അവ പൊഴിഞ്ഞു പോയിട്ട് അവിടെയും പെർമനന്റ് ടീത്ത് വരുന്നു. എന്നിട്ട് 4 വയസ്സാകുമ്പോഴേക്കും അവരുടെ അവസാനത്തെ സെറ്റ് കോർണർ ഇൻസൈസേഴ്സ് അതും പൊഴിഞ്ഞുപോയി പുതിയ പെർമനന്റ് ടീത്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈം നിങ്ങൾ മനസ്സിലാക്കണം. 10 മാസം പ്രായമാകുമ്പോഴേക്കും സെൻട്രൽ ആയിട്ടുള്ള ടെമ്പററി ഇൻസിസേഴ്സിന് തേയ്മാനം വന്നിട്ടുണ്ടായിരിക്കും. 15 മാസം പ്രായമാകുമ്പോഴേക്കും 2 ലാറ്ററൽ ഇൻസിസേഴ്സിനും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഏകദേശം 1.5 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ആനിമലിന്റെ പാൽപ്പല്ലുകളെല്ലാം ഫ്ലാറ്റൻഡ് ആയിരിക്കും, എല്ലാറ്റിനും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആനിമലിന് ഏകദേശം 2 വയസ്സ് പ്രായമാകുമ്പോഴേക്കും നടുക്കിൽ കാണുന്ന സെൻട്രൽ ഇൻസൈസേഴ്സ് പൊഴിഞ്ഞുപോയി പെർമനന്റ് ഇൻസൈസേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. 3 വയസ്സാകുമ്പോഴേക്കും ബാക്കി വരുന്ന ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്ന മീഡിയലും ലാറ്ററൽ ഇൻസൈസേഴ്സും പൊഴിഞ്ഞുപോയി അവിടെയും പെർമനന്റ് ടീത്ത് ഉണ്ടായിരിക്കും. 4 വയസ്സാകുമ്പോഴേക്കും കോർണർ ഇൻസൈസേഴ്സും പൊഴിഞ്ഞുപോയി അവിടെയും പെർമനന്റ് ടീത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ചിത്രങ്ങളിൽ ഈ പല്ലുകളെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മീഡിയൽ ടെമ്പററി ഇൻസൈസേഴ്സ് ദാറ്റ് ഹാവ് ഫോളൺ, പൊഴിഞ്ഞു പോയിരിക്കുന്ന പല്ലുകൾ നമുക്ക് സെൻട്രൽ ഇൻസൈസേഴ്സ് കാണാൻ പറ്റും. അതിന്റെ സൈഡിലായിട്ടുള്ള മീഡിയൽ ഇൻസൈസേഴ്സ് പൊഴിഞ്ഞു പോയതായിട്ട് കാണാൻ പറ്റും, അവിടെ ഗ്യാപ്പ് കാണുന്നുണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ മീഡിയൽ പെർമനന്റ് ഇൻസൈസേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടെമ്പററി പൊഴിഞ്ഞു പോയിട്ട് പുതിയ പെർമനന്റ് ഇൻസൈസേഴ്സ് വന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാറ്ററൽ പെർമനന്റ് ഇൻസൈസേഴ്സ് വന്നതാണ് 3ാമത്തെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. 4ാമത്തെ ചിത്രത്തിലാണെങ്കിൽ കോർണറിൽ പെർമനന്റ് ഇൻസൈസേഴ്സ് വന്നിട്ടുള്ളതാണ്. അത് സംഭവിക്കുന്നത് ഏകദേശം 4 വയസ്സ് പ്രായമാകുമ്പോഴേക്കുമാണ് ഈ കോർണറിൽ പെർമനന്റ് ഇൻസൈസേഴ്സ് വരുന്നത്. അപ്പോൾ ഈ ആനിമലിന് ഏകദേശം 5-5.5 വയസ്സ് അല്ലെങ്കിൽ 5.5 to 6 years, 6 വയസ്സിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു, ഈ 8 പല്ലുകളും 8 ഇൻസൈസേഴ്സും പൊഴിഞ്ഞു പോയി അവിടെ പുതിയ പെർമനന്റ് പല്ലുകൾ വന്നിട്ടുണ്ടാകും. When 4 pairs of incisors are present in the adult animal, there is confusion if the incisors are old, temporary or permanent.
അപ്പൊ ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അഡൽട്ട് ഒരു വലിയൊരു ആനിമലിന്റെ വായയിലേക്ക് നോക്കുന്നു. അവിടെ 4 പേർ ഇൻസൈസസും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, 4 സെറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ പെർമനന്റ് ആണ്. അപ്പൊ ചിലപ്പോൾ ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അഡൽട്ട് ആനിമൽ ആണെങ്കിൽ ഇൻസൈസസ് വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അവയുടെ അണപ്പല്ലുകൾ അല്ലെങ്കിൽ ചീക്ക് ടീത്തിനെ നോക്കിയാൽ മതി. അപ്പൊ ചീക്ക് ടീത്തിനെ നോക്കുമ്പോൾ അവിടെ 6 ജോഡികളുണ്ടോ എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, ദാറ്റ് ഇസ് പ്രീമോളാർസും മോളാർസും വന്നിട്ടുണ്ടെങ്കിൽ 6 ജോഡികൾ ഓർമ്മയുണ്ടല്ലോ അല്ലെ? കാരണം മുകളിലത്തെ വശത്ത് റൈറ്റ് സൈഡിലെ മുകളിലത്തെ വശത്ത് 6 എണ്ണം, റൈറ്റ് സൈഡിലെ താഴത്തെ വശത്തിൽ 6 എണ്ണം, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ മുകളിലത്തെ വശത്തിൽ 6 എണ്ണം, ലെഫ്റ്റ് സൈഡിലെ താഴത്തെ വശത്തിലും 6 എണ്ണം. അങ്ങനെ 24 ചീക്ക് ടീത്ത് ആണ് നമുക്കുള്ളത്, ഈ ആനിമൽസിനുള്ളത്. അപ്പോൾ ഈ അഡൽട്ട് ആനിമലില് നമ്മൾക്ക് ഇൻസൈസസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അവയുടെ ചീക്ക് ടീത്തിനെയാണ് നോക്കേണ്ടത്. ചീക്ക് ടീത്തിൽ ഈ പറഞ്ഞ 6 പേരുകൾ ഉണ്ടെങ്കിൽ അവ നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് എന്താണ്? ഇൻസൈസസ് എല്ലാം പെർമനന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ആനിമൽസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോക്ക് സ്പീഷീസ്, വ്യത്യസ്തമായ ലൈഫ് സ്റ്റോക്ക് സ്പീഷീസ് നമ്മളുടെ സാധാരണ പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ കൗ ഉണ്ട്, ബഫലോ ഉണ്ട്, ഷീപ്പ് ഉണ്ട്, ഗോട്ട് ഉണ്ട്. അപ്പൊ ഈ ലൈഫ് സ്റ്റോക്ക് സ്പീഷീസിന്റെ ഡെന്റിഷൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഈ ഒരു ടേബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം സ്പീഷീസ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ടെമ്പററി ടീത്തിന്റെ ഫോർമുല വേറെയാണ്, അതുപോലെ തന്നെ പെർമനന്റ് ടീത്തിന് വേറൊരു ഫോർമുലയാണ്. പിന്നെ അത് മുകളിലത്തെ താടിയിലാണോ താഴത്തെ താടിയിലുള്ളതാണോ, അതാണ് അപ്പർ ജോ ലോവർ ജോ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ തന്നിരിക്കുന്ന ICPM എന്നുള്ളത് ഈ ടേബിളിൽ നമുക്ക് കാണാൻ പറ്റും. I എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസൈസേഴ്സ് ആണ്, C എന്നുള്ളത് കനൈൻസ് ആണ്, P എന്നുള്ളത് പ്രീമോളാർസ് ആണ്, M എന്നുള്ളത് മോളാർസ് ആണ്. അപ്പോൾ ഇവയുടെ അടിസ്ഥാനത്തിൽ, ഈ പല്ലുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ആനിമൽസിന്റെ ഡെന്റൽ ഫോർമുല ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾക്ക് ഈ ആനിമലിന് എത്ര പല്ലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ടെമ്പററി ടീത്ത്, പാൽപ്പല്ലുകൾ എത്രയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പൊ സാധാരണഗതിയിൽ പാൽപ്പല്ലുകൾ മുകളിലത്തെ താടിയിലാണെങ്കിൽ, അപ്പർ ജോയിലാണെങ്കിൽ ഇൻസൈസേഴ്സ് ഇല്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അത് ഈ റൂമിനൻസിൽ ടെമ്പററി ആണെങ്കിലും ശരി പെർമനന്റ് ആണെങ്കിലും ശരി മുകളിലത്തെ ജോയിൽ ഇൻസൈസേഴ്സ് ഇല്ല, പകരം ഒരു ഡെന്റൽ പാഡ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസൈസേഴ്സിന്റെ അവിടെ 0 എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതേ സ്ഥാനത്ത് താഴത്തെ ജോയിലേക്കാണ് വരുന്നതെങ്കിൽ ആ ജോയില് ഓരോ വശത്താണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് സൈഡിൽ 4 എണ്ണം, ലെഫ്റ്റ് സൈഡിൽ 4 എണ്ണം, അങ്ങനെ ടോട്ടൽ ആയിട്ടാണ് മുന്നിലുള്ള പല്ലുകൾ 8 ഇൻസൈസേഴ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ ലോവർ ജോയിൽ ഒരു സൈഡിൽ 4 പല്ലുകളാണ് കാണുന്നത്. പിന്നെ കെനൈൻസിലേക്ക് നമുക്ക് നോക്കാം. കെനൈൻസ് റൂമിനൻസിൽ ആബ്സെന്റ് ആണ്. അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കാരണം ഇവയ്ക്ക് അതിനൊരു ഫംഗ്ഷൻ ഇല്ല അല്ലെ? ടിയറിംഗ് ഓഫ് ഫ്ലഷ് ഒക്കെയാണ് കെനൈൻസിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ റൂമിനൻസ് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും കെനൈൻസ് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് അപ്പർ ജോയിലാണെങ്കിലും ശരി ലോവർ ജോയിലാണെങ്കിലും ശരി 0 എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെയുള്ളത് പ്രീമോളാർസ് ആണ്. അപ്പൊ അണപ്പല്ലുകൾ 2 തരത്തിലുണ്ട്, പ്രീമോളാർസ് ഉണ്ട്, മോളാർസ് ഉണ്ട്. ആന്റീരിയർ ആയിട്ട് കാണുന്നത്, മുന്നിലോട്ട് കാണുന്നത് പ്രീമോളാർസ് ആണ്. ഏറ്റവും പുറകിലായിട്ട് കാണുന്ന അണപ്പല്ലുകൾ എന്നുള്ളത് മോളാർസ് ആണ്. അപ്പോൾ ടെമ്പററി ആയിട്ടിരിക്കുമ്പോൾ ആനിമൽസിന്റെ പാൽപ്പല്ലുകളായിരിക്കുമ്പോൾ അവയ്ക്ക് മോളാർ പല്ലുകളില്ല, അവ 0 ആണ്. പ്രീമോളാർസ് ആണ് ഉള്ളത്. പ്രീമോളാർസ് എത്ര എണ്ണം ഉണ്ട്? ഒരു സൈഡിൽ തന്നെ മുകളിലത്തെ ജോയിൽ 3 എണ്ണം, താഴത്തെ ജോയിൽ 3 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ആനിമൽസിൽ ടെമ്പററി ടീത്ത് ഉള്ളപ്പോൾ ഇൻസൈസസിന്റെ മുകളിലത്തെ ജോയിൽ ഇൻസൈസേഴ്സ് ഇല്ല, കെനൈൻസ് ഇല്ല, അതുപോലെ തന്നെ മോളാർസും ഇല്ല. അങ്ങനെ നമ്മൾ ടോട്ടൽ ആയിട്ട് എണ്ണി നോക്കുകയാണെങ്കിൽ 20 പല്ലുകളാണ് ഒരു ആനിമലിന്റെ മൗത്തിലുള്ളത്. ടെമ്പററി ആയിട്ട് പാൽപ്പല്ലുകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അത് 20 പല്ലുകളാണ്. അവയെ നമ്മൾക്ക് ഈ ഒരു ഫോർമുലയായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 2 ഗുണിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സംശയം വരും, എങ്ങനെയാണ് ഈ 2 ഗുണിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഒരു സൈഡിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒരു വശത്തിൽ, ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗത്തെ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഈ ഹോൾ ആയിട്ടുള്ള വായ നമ്മൾ കണക്ക് കൂട്ടണമെങ്കിൽ അത് 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ 2 into എന്ന് പറയുന്നത്.
2 into 0/4. അത് പറഞ്ഞാൽ ഇൻസൈസസിന്റെ മുകളിലത്തെ ജോ അതാണ് 0, താഴത്തെ ജോയിൽ 4 എണ്ണം ഉണ്ട്, അതാണ് ഈ 0/4 എന്നുള്ളത്. പിന്നെ അടുത്ത് വരുന്നത് 0/0 ആണ്. അത് പറഞ്ഞാൽ കെനൈൻസിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കെനൈൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 0/0 ആണ്. പിന്നെ ടെമ്പററി ടീത്ത് ആയതുകൊണ്ട് അവിടെ പ്രീമോളാർസ് ആണ് ഉള്ളത്. അപ്പോൾ 3/3 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പ്രീമോളാർസിനെയാണ്. പിന്നെ ഉള്ളത് മോളാർസ് ആണ്. ടെമ്പററി ടീത്തില് മോളാർസ് ഇല്ല, അതുകൊണ്ട് തന്നെ 0/0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുല നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അവിടെ ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ 20 ആയിരിക്കും. അപ്പോൾ ടെമ്പററി ടീത്ത് 20 എണ്ണമാണ് ഉള്ളത് ഈ ലൈഫ് സ്റ്റോക്ക് സ്പീഷീസിന്. ഇനി നമ്മൾക്ക് പെർമനന്റ് ടീത്തിലേക്ക് നോക്കാം. പെർമനന്റ് ടീത്ത് വീണ്ടും ഇതേപോലെ തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പർ ജോയിൽ എത്ര എണ്ണം ഉണ്ട്, ലോവർ ജോയിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. അപ്പൊ അപ്പർ ജോയിൽ ഇൻസിസേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 0 ആണ്. നമുക്ക് ഡെന്റൽ പാഡ് മാത്രമേ ഉള്ളൂ, ഇൻസൈസേഴ്സ് ഇല്ല. ലോവർ ജോയിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് 4 എണ്ണമാണ് ഉള്ളത്, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ വീണ്ടും 4 എണ്ണമാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡിലെ എണ്ണമാണ് ഇവിടെ എഴുതുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇൻസൈസേഴ്സിന് 4 എണ്ണമായിട്ട് കാണിക്കുന്നത്. കനൈൻസ് ഇല്ല, ആബ്സെന്റ് ആണ്, അതുകൊണ്ട് 0/0 എന്നാണ് കാണിക്കുന്നത്. പ്രീമോളാർസ് നേരത്തെ പോലെ തന്നെ 3 എണ്ണമാണ് ഉള്ളത്. മുകളിലത്തെ ജോയിൽ 3, താഴത്തെ ജോയിൽ 3. അതേപോലെ ഈ വശത്തേക്ക് വരികയാണെങ്കിലും മുകളിലത്തെ ജോയിൽ 3, താഴത്തെ ജോയിൽ 3, അങ്ങനെ 3/3. പിന്നെ പെർമനന്റിലേക്ക് വരുമ്പോൾ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മോളാർസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മോളാർസ് പുതിയതായിട്ട് അണപ്പല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. 3 എണ്ണം മുകളിലും 3 എണ്ണം താഴെയും. അപ്പൊ ഒരു വശത്തെ തന്നെ 3 എണ്ണം മുകളിൽ 3 എണ്ണം താഴെ, മറുവശത്തിലും 3 എണ്ണം മുകളിൽ 3 എണ്ണം താഴെ. അപ്പൊ ഈ ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ പെർമനന്റ് ടീത്ത് എത്ര എണ്ണം ഉണ്ട്, 32 പല്ലുകളാണ് ഉണ്ടാവുക. അതിന്റെ ഡെന്റൽ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 into 0/4 incisors, 0/0 canines, 3/3 premolars and 3/3 molars. അപ്പോൾ ഈ ഒരു ഡെന്റൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് മനപ്പാഠമാക്കി വെക്കണം. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഒരു ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. eruption of different type of teeth in cattle and their age. ഏതൊക്കെ പ്രായത്തിലാണ് ഏതൊക്കെ പല്ലുകളാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പശുവിന്റെ കാര്യത്തിലും ബഫലോയുടെ കാര്യമാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവയിൽ തന്നെ ഇൻസൈസസ് എപ്പോഴാണ് വരുന്നത്, പ്രീമോളാർസ് എപ്പോഴാണ് വരുന്നത്, മോളാർസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പശു കിടാവ് ജനിച്ച ഉടനെ ബർത്തിൽ നിന്നും 1 മന്ത് ഏകദേശം പ്രായമാകുമ്പോഴേക്കും അവയുടെ വായില് 8 ടെമ്പററി ഇൻസൈസേഴ്സും വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ബർത്ത്. ജനിച്ച ഉടനെ തന്നെ കാണുന്നത് 2 സെൻട്രൽ ഇൻസൈസേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു ടെമ്പററി ആയിട്ടുള്ളത്. അത് 1 മാസം പ്രായമാകുമ്പോഴേക്കും all 8 ടെമ്പററി ഇൻസൈസേഴ്സും വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ all 12 ടെമ്പററി പ്രീമോളാർസും വന്നിട്ടുണ്ടായിരിക്കും. ഓർമ്മയുണ്ടല്ലോ അല്ലെ, ഡെന്റൽ ഫോർമുല നമ്മൾ പറഞ്ഞപ്പോൾ ഒരു വശത്തിൽ തന്നെ 3 മുകളിലും 3 താഴെയും, അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തിലും 3 മുകളിലും 3 താഴെയും. അപ്പൊ എത്ര എണ്ണം ഉണ്ടായി, 3 3 6, മുകളിലത്തെ വശം തന്നെ താഴെയും 3 3 6, 6 6 12, അങ്ങനെ 12 പ്രീമോളാർസ് ആണുള്ളത്. അതും വന്നിട്ടുണ്ടായിരിക്കും. 12 ടെമ്പററി പ്രീമോളാർസും വന്നിട്ടുണ്ടായിരിക്കും. അതേ സ്ഥാനത്ത് ബഫലോയ്ക്ക് അത് 4 മാസം വരെ എടുക്കും. അപ്പൊ പശുവിന് 1 മാസത്തിന്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബഫലോയിൽ 4 മാസം പ്രായമാകുമ്പോഴേക്കും 8 ടെമ്പററി ഇൻസിസേഴ്സും വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ 12 ടെമ്പററി പ്രീമോളാർസും വന്നിട്ടുണ്ടായിരിക്കും. ഇനി പശുവിന് ഏകദേശം ഒരു 6 മാസം പ്രായമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ബഫലോന് ഏകദേശം ഒരു 9 മാസം പ്രായമാകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, അവയുടെ അണപ്പൽ മോളാർ ടീത്ത് ഫസ്റ്റ് പെർമനന്റ് മോളാർ അപ്പിയർ ചെയ്യുന്നു. അപ്പൊ ടെമ്പററിയിൽ മോളാർസ് ഇല്ല, 0 ആണ്. നമ്മുടെ ഫോർമുല ഓർക്കണം, 0/0 ആയിട്ടാണ് നമ്മൾ മോളാർസ് കാണിക്കുന്നത്. ഏകദേശം കാഫിന് 6 മാസം പ്രായമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ബഫലോ കാഫിന് 9 മാസം പ്രായമാകുമ്പോഴേക്കും ആദ്യത്തെ പെർമനന്റ് മോളാർ അപ്പിയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് ഏകദേശം 1 വയസ്സും ഒരു 3 മുതൽ 6 മാസം പ്രായമാകുന്ന ഒരു പശുക്കിടാവും, അല്ലെങ്കിൽ 1 വയസ്സും 9 മാസം പ്രായമാകുന്ന ഒരു എരുമയോ പോത്തോ, ദാറ്റ് ഇസ് ബഫലോയിനും അവയുടെ സെക്കൻഡ് പെർമനന്റ് മോളാർ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് പറഞ്ഞാൽ ഏകദേശം 1.5 വയസ്സ് പ്രായമാകുന്ന കാറ്റിലിനും, അല്ലെങ്കിൽ 1 വയസ്സും 9 മാസം പ്രായമാകുന്ന ബഫലോയ്ക്കും അവയുടെ സെക്കൻഡ് പെർമനന്റ് മോളാർ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ
ആനിമലിന് നമ്മളെ കവുന് കാറ്റിലിന് തന്നെ ഒരു 2 വയസ്സ് പ്രായമാകുമ്പോഴേക്കും അവയുടെ സെൻട്രൽ ഇൻസൈസസ് പൊഴിഞ്ഞു പോയിട്ട് പെർമനന്റ് ആയിട്ടുള്ള സെൻട്രൽ ഇൻസൈസസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവയുടെ തേർഡ് പെർമനന്റ് മോളാറും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എത്രയാണ് മോളാർസ് ഒരു സൈഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലെ, ഫോർമുല 3/3 എന്നുള്ളതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 വയസ്സ് പ്രായമാകുന്ന കാറ്റിലിനും അതുപോലെ തന്നെ 2 വയസ്സും 6 മാസവും എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 വയസ്സുള്ള ഒരു ബഫലോയിനും അവയുടെ സെൻട്രൽ പെർമനന്റ് ഇൻസൈസർ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ തേർഡ് പെർമനന്റ് മോളാറും വന്നിട്ടുണ്ടാകും. പിന്നെ ഈ പശുവിന് വീണ്ടും 2 വയസ്സും 6 മാസമാകുന്നു. അല്ലെങ്കിൽ ബഫലോനാണെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡ് 3 വയസ്സാകുന്നു. ആ സമയമാകുമ്പോഴേക്കും അവയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രീ മോളാർ, പെർമനന്റ് ആയിട്ടുള്ള പ്രീ മോളാർ വരുന്നുണ്ട്. ഓർമ്മയുണ്ടല്ലോ അല്ലെ, അണപ്പല്ലുകളാണ്. മുന്നിൽ കാണുന്ന അണപ്പല്ലുകളെയാണ് നമ്മൾ പ്രീ മോളാർ എന്ന് പറയുന്നത്. പുറകുവശത്തെ അണപ്പല്ലുകളെ നമ്മൾ മോളാർ എന്ന് പറയുന്നു. പുറകുവശത്തെ അണപ്പല്ലുകൾ അതാണ് മോളാർ ടീത്ത് ടെമ്പററിയിൽ ഇല്ല, പെർമനന്റ് മാത്രമേ ഉള്ളൂ. അവ വരുന്ന പ്രായം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പഴയ ടെമ്പററി ആയിട്ടുള്ള പ്രീമോളാർസ് പൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു. അതെപ്പോഴാണ്? കാറ്റിലാണെങ്കിൽ ഒരു 2.5 വയസ്സാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ബഫലോനാണെങ്കിൽ ഏകദേശം 3 വയസ്സാകുമ്പോഴേക്കും അവയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പെർമനന്റ് പ്രീമോളാർ അപ്പിയർ ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ വീണ്ടും ഈ ആനിമലിന് 3 ഇയേഴ്സ് ആകുന്നു. ദാറ്റ് ഇസ് കാറ്റിലിന് 3 ഇയേഴ്സ് ആകുന്നു, അല്ലെങ്കിൽ ബഫലോന് 3.5 വയസ്സ്. അപ്പോൾ മനസ്സിലാക്കണം, കുറച്ചും കൂടി നേരത്തെ ഡെവലപ്മെന്റ് നടക്കുന്നത് നമ്മളുടെ കാറ്റിലാണ്. ബഫലോന് കുറച്ചും കൂടി സ്ലോ ആണ് അവയുടെ ഡെവലപ്മെന്റ്. ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോഴാണ് അവയുടെ ഇറപ്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അപ്രോക്സിമേഷനിലാണ് പോകേണ്ടത്. അപ്പൊ 3 വയസ്സാകുന്ന ഒരു കാറ്റിനും അല്ലെങ്കിൽ 3.5 വയസ്സാകുന്ന ഒരു ബഫലോയ്ക്കും അവയുടെ മീഡിയൽ പെർമനന്റ് ഇൻസിസേഴ്സ് വരുന്നു. ഓക്കെ, സെൻട്രൽ പെർമനന്റ് ഇൻസിസസ് ഡെവലപ്പ് ചെയ്തത് 2 വയസ്സിലാണ്. 3 വയസ്സാകുമ്പോഴേക്കും അവയുടെ മീഡിയൽ പെർമനന്റ് ഇൻസിസേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ തേർഡ് പെർമനന്റ് പ്രീ മോളാർസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 4 വയസ്സ് പ്രായമാകുമ്പോഴേക്കും, നമ്മൾ കാറ്റിന് 4 വയസ്സ് പ്രായം, അല്ലെങ്കിൽ ബഫലോന് ഒരു 4.5 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ലാറ്ററൽ പെർമനന്റ് ഇൻസിസേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ മീഡിയലിന്റെ അപ്പുറത്തുള്ളത്. ഓക്കെ, നമ്മളെ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ ലാറ്ററൽ പെർമനന്റ് ഇൻസിസേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏകദേശം 4.5 വയസ്സാകുമ്പോഴേക്കും, കാറ്റിന് 4.5 വയസ്സാകുമ്പോഴേക്കും, പക്ഷെ ബഫലോന് അവിടെ വ്യത്യാസം നോക്കണം, ഏകദേശം 6 വയസ്സ് പ്രായമാകുമ്പോഴേക്കുമാണ് അവയുടെ കോർണർ പെർമനന്റ് ഇൻസിസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 4 സെറ്റ് ഇൻസൈസേഴ്സ് ആണ് ഉള്ളത്. അവ ഓരോ ഘട്ടത്തിലാണ് വരുന്നത്. 2 വയസ്സാകുമ്പോഴേക്കാണ് പെർമനന്റ് ഇൻസിസേഴ്സ്, നടുക്ക് കാണുന്ന പെർമനന്റ് ഇൻസിസേഴ്സ് ഉണ്ടാവുന്നത്. പിന്നെ ഏകദേശം 3 വയസ്സാകുമ്പോഴേക്കാണ് മീഡിയൽ പെർമനന്റ് ഇൻസിസേഴ്സ് ഉണ്ടാകുന്നത്. 4 വയസ്സാകുമ്പോഴേക്കും ലാറ്ററൽ പെർമനന്റ് ഇൻസൈസേഴ്സ് ഉണ്ടാകുന്നുണ്ട്. കാറ്റിന്റെ കാര്യമാണെങ്കിൽ, പശുവിടെ കാര്യമാണെങ്കിൽ 4.5 വയസ്സാകുമ്പോഴേക്കും കോർണറിൽ കാണുന്ന പെർമനന്റ് ഇൻസൈസസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ബഫലോയില് ഏകദേശം 6 വയസ്സ് പ്രായമാണ് എടുക്കുന്നത് ഈ ഇൻസൈസസ് ഫുള്ളും പെർമനന്റ് ആയി മാറിക്കിട്ടാൻ. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന പോർഷൻ ഡെന്റീഷന്റെ ആണ്. ഡെന്റീഷൻ വഴി ഏജ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്.